അസ്സലാമലൈക്കും. അപ്പോൾ എപ്പോഴത്തെയും പോലെയല്ല ഇന്നത്തെ വീഡിയോയിൽ ചിക്കൻ കോണിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പിയും കൂടി ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. നിങ്ങൾ കുറേ ആൾ കമൻറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കുന്നതും കാര്യമാണ് എല്ലാ വീഡിയോസിൻ്റെയും എല്ലാ റെസിപ്പിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടാൻ. ഇപ്പോൾ മാക്സിമം ഞാൻ എല്ലാ വ്ളോഗിലും ഉൾപ്പെടുത്താറുണ്ട്. അങ്ങനെ ആഗ്രഹമുള്ളവർ ജയ്ത്തൂൻ്റെ 1 മുതലുള്ള വ്ളോഗ് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്ന് ചിക്കൻ കോൺ എന്ന് പറയുന്നതിൻ്റെ ഫില്ലിങ് സിമ്പിളാണ്. അതായത് ഓയിലിൽ കുറച്ച് ഉള്ളി, ക്യാപ്സിക്കം, ക്യാരറ്റ് ഇത്രയും സാധനങ്ങൾ വഴറ്റിയിട്ട് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ടാൽ മതി. കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയിൽ ഇട്ടിട്ട് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ടാൽ മതി. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു സ്പൂണിൽ കുറച്ച് മാത്രം സോയാ സോസും കൂടി ചേർത്താൽ മതി. അപ്പം അങ്ങനെ ഒരു സിമ്പിൾ ഫില്ലിംഗ് ആണ്. കറിവേപ്പില ഇടാൻ പാടില്ല, മല്ലിയില മാത്രമേ ഇടാൻ പറ്റൂ, കുരുമുളക് ഉപ്പും മാത്രമേ ഇടാൻ പറ്റൂ. ഗരം മസാല അങ്ങനത്തെ ഒരുപാട് പൊടികളൊന്നും വേണ്ട കേട്ടോ ഇതിന്. അപ്പോൾ അങ്ങനെയൊന്ന് ഫില്ലിങ്. പിന്നെ അതിൻ്റെ കോണാക്കുന്ന ഷീറ്റ് എന്ന് പറയുന്നത് 4 പീസായിട്ട് മുറിക്കും. റൗണ്ട് ഷേപ്പിൽ മുറിച്ച ഷീറ്റിനെ 4 പീസായിട്ട് മുറിച്ചിട്ട് ഇതായി ഒരു രൂപത്തിലാണ് ആക്കിയെടുക്കണ്ടേ. പിന്നെ അതിൽ ഈ ഫില്ലിങ് വാരി നിറച്ച് അതിന് ശേഷം ആ അറ്റം ജസ്റ്റ് ഒന്ന് മൈദയിൽ മുക്കിയിട്ട് ഇതുപോലെ സേമിയ പൊതിഞ്ഞെടുത്താൽ മതി. അപ്പോൾ ചിക്കൻ കോണിൻ്റെ റെസിപ്പി ഇത്രയേ ഉള്ളൂ, ഈസിയാണ്. കുറേ ആൾ ചോദിക്കലുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ടാൽ ഇത് നിങ്ങളെ ചാനലിൽ ഉണ്ടായി, ഇത് ഇതുവരെ കാണിച്ചിട്ടില്ല എന്നെല്ലാം ചോദിക്കലുണ്ട്. സമയക്കുറവ് കൊണ്ട് മാത്രമാണ്, അല്ലാണ്ട് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ഇപ്പം ഇത് കാണുന്നവർ വിചാരിക്കുന്നുണ്ടാവും ഇതിൽ ഈ റെസിപ്പി പറയാതെ വേറൊരു ഐറ്റം കൂടി കാണുന്നുണ്ടല്ലോ, അത് ഹാഫ് മൂണാണ്. അപ്പോൾ ഈ ഹാഫ് മൂൺ എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിൻ്റെ റെസിപ്പി ഇൻഷാല്ലാ അടുത്തൊരു ഓർഡർ കിട്ടിയാൽ അതിൻ്റെയും കൂടി ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കടിയും കാര്യങ്ങളും തിരക്കലും കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് പുറത്തു പോകാനുണ്ടായിന്. അപ്പോൾ പാപ്പൻശ്ശേരിയിലന്ന് പോകാനുണ്ടായിന് വേറൊരു ആവശ്യത്തിന്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് റീൽസിൽ നല്ല അടിപൊളി കല്ലുമ്മക്കായി കിട്ടുന്ന ഒരു സ്പോട്ട് കാണുന്നുണ്ടായിന്. അല്ലെങ്കിൽ നമ്മൾ പാപ്പൻശ്ശേരി ആ ഒരു മേൽപ്പാലം കഴിഞ്ഞ് ഒരു വളവട്ടണം വരെയുള്ള ഒരു ഭാഗം തട്ടുകടകൾ ഭയങ്കര കൂടുതലുള്ളൊരു സ്ഥലമാണ്. നല്ല നല്ല ഫുഡും ഉണ്ടാവും. അപ്പോൾ ഇതുപോലൊരു സ്പൈസി കല്ലുമ്മക്കായി അവിടെ കിട്ടുമെന്നുള്ളൊരു വീഡിയോ കണ്ടപ്പോൾ എന്താണെന്നല്ല കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. ഞാനിതേ കല്ലുമ്മക്കായി ഉണ്ടാക്കി സെയിലാക്കിയിട്ടാണ് വരുന്നത്, അത് വേറെ കാര്യം. എന്നാലും ഇങ്ങനെ റീൽസിലെല്ലാം ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര രസമല്ലേ. അപ്പോൾ ഇത് ലൈവായിട്ട് ഇതുപോലെ പുറത്തുനിന്ന് തന്നെ ഫ്രൈ ചെയ്യുന്നതാണ്. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് ഒന്ന് കഴിക്കുന്ന പോലെയല്ല. ഭർത്താവിൻ്റെ കൂടെ ഇങ്ങനെ പുറത്ത് പോയിട്ട് ഇങ്ങനത്തെ കടയിലെ സാധനങ്ങളിൽ കഴിക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ നല്ലൊരു ടേസ്റ്റുള്ള മസാലക്കൂട്ടും കാര്യങ്ങളെല്ലാം ആണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിച്ചതിന് ശേഷം വീണ്ടും വീട്ടിൽ വന്ന് പിന്നെ കുറച്ച് ഇറച്ചിയുടെ പൊരിച്ചത് കൊടുക്കാനുണ്ടായിരുന്നു, അതെല്ലാം കൊടുത്തതിന്. പിന്നെ ഞാൻ കാണിച്ചു തരുന്നത് ഒരു സിമ്പിളായിട്ടുള്ള പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ മക്രോണിൻ്റെ പായസം എല്ലാവർക്കും അറിയായിരിക്കും. മക്രോണി ഇതുപോലെ എടുത്തിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കുക, എന്നിട്ട് നല്ല രീതിയിൽ അതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പായസം. അതിന് പ്രത്യേകിച്ച് വിശേഷ ദിവസങ്ങളോ ബർത്ത്ഡേ ഒന്നും വരണമെന്നില്ല, അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഈ പാത്രം എൻ്റെ അടുത്ത് നടക്കൊന്ന് നിലത്ത് വീണായിരുന്നു കേട്ടോ. അതാണ് ഇതിൻ്റെ മുഖം ഒരു ഭാഗം ഇങ്ങനെ ഷേപ്പ് മാറിയിട്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരു അടി കൊടുത്തെത്തിയിരുന്ന പ്രശ്നമേ ഇല്ലൂ, പക്ഷെ അതിന് സമയം കിട്ടിയില്ല. വീഡിയോ എടുക്കുമ്പോൾ അത് മനസ്സിലായതോ ഇത് ഇനിയും മാറിയിട്ടില്ല. അത് പോട്ടെ, ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആകുമ്പോൾ ഞാൻ അതിനെ തട്ടി ശരിയാക്കിക്കോളും. അങ്ങനെ ആ ഒരു മക്രോണി ഉണ്ടല്ലോ അത് നല്ലോണം വെന്തതിന് ശേഷം കുറച്ച് പാലും കൂടി മിക്സാക്കുക, മധുരം ഇടുക, ഏലക്കായ്പ്പൊടി ഇടുക. സാധാരണ നമ്മൾ പായസം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഭയങ്കര പ്രത്യേകത ഒന്നുമില്ല. നല്ലോണം വേവാൻ വേണ്ടി ശ്രമിക്കണം. ലാസ്റ്റ് പിന്നെ കുറച്ചൊരു വെറൈറ്റിക്ക് വേണ്ടി കുറച്ച് സേമിയയും കൂടി പൊടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ നല്ല RKGയിൽ ഇങ്ങനെ അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം ഫ്രൈ ചെയ്തിട്ടിട്ടാൽ പായസം റെഡിയാവും. എൻ്റെ ഇതാ ഈ മോളുണ്ട്, രണ്ടാമത്തെ മോൾ, ഇതാണ് പായസത്തിൻ്റെ ഭയങ്കര ആളാണ്. അങ്ങനെ അതും കൂടി അതിൻ്റെ അടിയിൽ ചെയ്തെടുത്തിട്ടുണ്ടായിന്. നിങ്ങൾ ആരെങ്കിലും അത് കണ്ടുപഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അതെല്ലാം കാണിക്കുന്നുട്ടാ. അതിൻ്റെ ഇടയിൽ നമ്മളെ സീറമോൾ എന്തോ ഒരു പരാതിയും കൊണ്ട് വരുന്നുണ്ട്, അത് ഒന്ന് കേട്ടോക്കാം. പ്രശ്നം മോളെ പറ. സൈക്കിൾ റൗണ്ടിന് പോയിട്ട് കാലും കയ്യിലും പൊട്ടിയാ. അപ്പൊ ചുയിങ്ക എന്നാലും അതെല്ലാം മാറോ? ചുമ്മാക്ക് അറിയില്ല മോളെ എവിടെ ചുയിങ്കില്ലെന്ന്. ഇവിടെ ചുയിങ്കില് മോക്കറിയോ? ആരാ വെച്ചിന് ചുയിങ്ക്? ബാപ്പ എവിടെ വെച്ചിന് അറിയില്ല. പിന്നെ എങ്ങനെ ഉമ്മ എടുത്തു തരാ? മരുന്ന് വെച്ചെന്നാ മതിയോ പൊട്ടിയ സ്ഥലത്ത്? കൈക്കും കാലിനെല്ലാം ഉണ്ട്. ചുയിങ്ക് കിട്ടിയാലും മരുന്നില്ലാണ്ട് പോവും. എന്നാ വാ ചുയിങ്ക് കടയിലും പരിധി നോക്കാം. എണ്ണി തരും മക 1 2 3 4 എണ്ണാൻ അറിയോ? ഒന്ന് എണ്ണിയാട്ടെ എന്നാല്. ആ ചുയിങ്ക് നോക്കാപ്പാ, അത് ശ്രമിക്കാം. 1 2 3 എണ്ണിയാട്ടെ ഫുള്ള്. 1 2 3 4 5 6 7 8 9 10 11 ഫുള്ളറിയാ? 100 വരെ അറിയാ? മാഷാ അല്ലാ, അടിപൊളി. വാ ചുയിങ്കടയിലും പരിധി ഒക്കെ വാ.
എല്ലാവരും കേട്ടില്ലേ, എന്ത് പ്രശ്നം വന്നാലും എന്തെങ്കിലും ഒരു ചുയിങ്കം മുട്ടായി കൊടുത്താൽ ഓളെ പ്രശ്നം തീരും കേട്ടാ. ഞാൻ എവിടുന്നാ ചുയിങ്കം എടുക്കുന്നത് നോക്കാൻ ബാക്കിലേ വരുന്നുണ്ടായിന്. അപ്പോൾ ആ ഒരു പാത്രം കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ സന്ധ്യ അതിനുള്ളിൽ ഫുള്ള് തീരും. അപ്പം ഞാനിപ്പോൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താ പറയുക, വിഴുങ്ങാൻ പാടില്ല, പുറത്ത് പോയിട്ട് തുപ്പണം എന്നെല്ലാം പറഞ്ഞു കൊടുത്ത് അതിപ്പോൾ അനുസരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വാങ്ങി വെക്കുന്നത്. കാരണം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ചവക്കാൻ വേണ്ടി. അതെല്ലാം കൊടുത്ത് വിട്ടിട്ടുണ്ടായിന്. പിന്നെ സ്ഥിരം ഉണ്ടാകുന്ന ഓർഡേഴ്സിൻ്റെ കൂടെ എനിക്ക് കുറച്ച് ചെമ്മീൻ ബിരിയാണി കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാനുണ്ടായിന്. ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് ചിക്കൻ്റെ ഫില്ലിങ് മാത്രമായിരിക്കും. അത് നിങ്ങൾ ഓൾഡ് വീഡിയോ തന്നെ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കേണ്ട. അത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്കേ ചെയ്യുന്നതാണ്. അതാണ് ഏറ്റവും കൂടുതൽ മൂവിങ്സ് ഉള്ള സാധനമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, വീഡിയോ കാണുന്നവർക്കറിയാം. ഏറ്റവും കൂടുതലായിട്ട് പോകുന്നത് ആ ഒരു സാധനം തന്നെയാണ്. പിന്നെ കുറേ ആൾക്കുള്ളൊരു ഡൗട്ടാണ്, ഞാനിപ്പോൾ കണ്ണൂർ ജില്ലയിലാണല്ല, കണ്ണൂർ ജില്ലയിൽ മാട്ടൂലും അടക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ സ്നാക്സിന് ഇത്ര ഓർഡർ കിട്ടുന്നു, കടയിൽ കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങളോട് ഇതെല്ലാം ആരാ വാങ്ങുന്നത്, അത് കുറേ ആൾക്കുള്ള ഡൗട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ, പൊതുവെ നമ്മളൊരു ഏത് നാട്ടിലായാലും ഒരു വീട്ടിലേക്ക് വിരുന്ന് പോകുമ്പോൾ കുറേ ബേക്കറിയും ഫ്രൂട്ട്സ് എല്ലാം വാങ്ങൂലേ. നമ്മളെ കണ്ണൂർക്കാരെന്ന് പറയുന്നത് മെയിനായിട്ട് ഈ ഉംറക്ക് പോകുന്ന വീട്ടിൽ, അല്ലെങ്കിൽ ഈ ഗർഭിണികളെ കാണാൻ പോകുന്ന വീട്ടിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡ് മരിച്ചിട്ട് മറയിൽ ഇരിക്കുന്ന പെണ്ണുങ്ങളുണ്ടാവില്ലേ, അങ്ങനെ കാണാൻ പോകുന്നിടത്ത് എല്ലാം, അതായത് ഗൾഫിൽ കൊണ്ടുപോകാൻ എല്ലാ കാര്യത്തിനും നമ്മളൊരു വീട്ടിൽ നിന്ന് വേറൊരു ബന്ധുക്കളെ വീട്ടിലേക്ക് പോകുമ്പോൾ മെയിനായിട്ട് എല്ലാവരും കൊണ്ടുപോക്ക് ഈ പൊരിക്കാത്ത കടികളാണ്. അതിപ്പോൾ 50 ആവാം 100 ആവാം, അങ്ങനത്തെ ഓർഡേഴ്സാണ് എനിക്ക് കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ അത് കുറേ ആളൊരു ഡൗട്ടാണ്, കടയിൽ കൊടുക്കാണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഓർഡർ കിട്ടുന്നത്. കടയിൽ ഞാൻ കൊടുക്കലേ ഇല്ല. കാരണം ഞാനീ 13 രൂപയ്ക്ക് ഒന്ന് വിൽക്കുന്ന സാധനം കടയിൽ കൊടുക്കണമെങ്കിൽ 8 9 അല്ലാണ്ട് അവർ തരൂല. അപ്പോൾ ഒരു പ്രാവശ്യം എനിക്ക് അബദ്ധം പറ്റിയിട്ട് മേലിൽ ഞാൻ ആ ഭാഗത്ത് പോയിട്ടില്ല. അപ്പോൾ കുറേ ആൾ ചോദിക്കുന്നുണ്ട്, അങ്ങനെ കൊടുത്താൽ മുതലാകും, അങ്ങനെ കൊടുത്താൽ ലാഭം ഉണ്ടാകും. അങ്ങനെ കൊടുത്താൽ വലിയ ലാഭമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യമാണ്, അതല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ലെങ്കിൽ ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊടുത്ത് നോക്കിക്കോ, അത് വേറെ ഓപ്ഷൻ. പക്ഷെ ഞാൻ എന്തായാലും അത് ചെയ്യുന്നില്ല കേട്ടോ. കാരണം എനിക്ക് അത്യാവശ്യം അൽഹംദുലില്ലാ മാഷാ അല്ലാ ഇങ്ങനത്തെ ഓർഡർ തന്നെ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയല്ലേ ഉള്ളൂ. ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിക്കട്ടെ. ഓക്കെ, അപ്പം എപ്പോഴും പറയുന്ന പോലെ എന്തുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു പോസിറ്റീവോ നെഗറ്റീവോ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ ആർക്കെങ്കിലായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.